ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BBA കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ എക്സാംസ് ഒക്കെ അപ്കമിംഗ് ആണ്, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. അതായത് നവംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അത്ര ഒരു ക്ലാരിറ്റി കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം സെപ്പറേറ്റ്ലി ടൈപ്പ് ചെയ്തിട്ട് പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. 3 സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഫസ്റ്റ് പാർട്ടിൽ 2 മാർക്കിൻ്റെ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പക്ഷേ സീലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം 25 മാർക്സാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ മീനിങ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് ഡെഫിനിഷൻസ് ടെക്സ്റ്റ് ബുക്സിൽ അവൈലബിൾ ആണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 2 ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞാൽ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ദാറ്റ് മാനേജറിയൽ ആക്ടിവിറ്റി വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് of the firm's financial resources. It is concerned with acquiring, financing and managing assets to accomplish the overall goal of a business enterprise, which is mainly to maximize the shareholders' wealth. അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ദ ഓപ്പറേഷണൽ ആക്ടിവിറ്റി ഓഫ് എ ബിസിനസ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഒബ്റ്റെയിനിങ് ആൻഡ് എഫക്റ്റീവ്ലി യൂട്ടിലൈസിങ് ദ ഫണ്ട്സ് നെസസറി ഫോർ എഫിഷ്യൻറ്റ് ബിസിനസ് ഓപ്പറേഷൻസ്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ളൊരു ഡെഫിനേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. കാരണം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ഫിനാൻഷ്യൽ പ്ലാൻ. Financial plan is a document that outlines the organization's financial goals and strategies for achieving them. It involves detailed projections of revenue, expenses, investments, and cash flow over a specific period, typically aligned with the organization's business objectives. Next question is, what is gross working capital? Gross working capital refers to total value of an organization's current assets, which are short-term resources expected to be converted into cash, sold or consumed within a business cycle, typically 1 year. These assets include cash, accounts receivable, inventory, marketable securities and other liquid assets. ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം എന്നില്ല. ജസ്റ്റ് ഇറ്റ് റെഫേഴ്സ് ടു ടോട്ടൽ വാല്യൂ ഓഫ് എൻ ഓർഗനൈസേഷൻസ് കറണ്ട് അസറ്റ്സ് എന്ന് എഴുതി കഴിഞ്ഞാലും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെയാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ പോയിൻ്റ് ഓഫ് ഇൻഡിഫറൻസ്. സോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കോണ്ടെക്സ്റ്റിൽ പോയിൻ്റ് ഓഫ് ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലെവൽ ഓഫ് എബിറ്റ്, the earnings before interest and taxes, at which 2 different financing options such as equity financing and debt financing result in the same EPS or earnings per share. At this point, organization is indifferent to choosing between the financing options because their impact on shareholders' earnings is identical, and it is used to compare cost effectiveness of different capital structures. ഒരു ഓർഗനൈസേഷന് 2 ഫിനാൻസിങ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അവയ്ക്ക് രണ്ടിനും ഒരേ EPS കിട്ടുന്ന ദാറ്റ് വാല്യൂ ഓഫ് എബിറ്റ് എത്രയാണോ അതിനെയാണ് നമ്മൾ പോയിൻ്റ് ഓഫ് ഇൻഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്തത്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി നെറ്റ് ഇൻകം തിയറി. Net income theory is a concept in financial management that suggests an organization's value and cost of capital can be influenced by its capital structure. According to this theory, increasing the proportion of debt in the capital structure or financial leverage can lead to a lower overall cost of capital and higher firm value as long as the cost of debt remains lower than the cost of equity. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ക്യാപിറ്റൽ ബജറ്റിംഗ്. Capital investments are long-term investments in which the assets involved have useful lives of multiple years. Capital budgeting is a method of estimating the financial viability of a capital investment over the life of the investment. ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഒരുപാട് എഴുതി കഴിഞ്ഞാലും 2 മാർക്കിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് EOQ? Economic ordering quantity, EOQ. It is the ideal quantity of units a company should purchase to meet demand while minimizing inventory cost such as holding cost, shortage cost and order cost. ഇക്വേഷൻ വരുന്ന ഏതൊരു കാര്യവും അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ, അതല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്സ് കിട്ടും. സോ EOQന് നമുക്കറിയാം ഇക്വേഷൻ ഉണ്ട്, വിച്ച് ഈസ്
ക്യൂ അല്ലെങ്കിൽ EOQ ഈസ് ഈക്വൽ ടു √2DS ഡിവൈഡഡ് ബൈ H. അപ്പോൾ ഒരു ഇക്വേഷനും കൂടെ അതിൻ്റെ കൂടെ എഴുതാം. ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുന്നവരൊക്കെ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കും. കാരണം അവിടെ ഇക്വേഷൻ EOQ ഈസ് ഈക്വൽ ടു √2CO ഡിവൈഡഡ് ബൈ I എന്നാണ്. പക്ഷേ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഏത് ലെറ്റേഴ്സാണോ യൂസ് ചെയ്യുന്നത് അത് എന്തിന് ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എന്ന ഇക്വേഷൻ്റെ കൂടെ എഴുതിയാൽ ഏത് ലെറ്റേഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്? Degree of financial leverage or DFL is the ratio of change in EPS to change in EBIT. Equation ആയിട്ട് എഴുതുമ്പോൾ DFL is equal to percentage change in EPS to percentage change in EBIT. Next question is what is cash dividend? Cash dividend is the most important form of dividend. In cash dividends, stockholders receive checks for the amounts due to them. Cash generated by business earnings is used to pay cash dividends. Dividends നമ്മൾ ക്യാഷോ അല്ലെങ്കിൽ ക്യാഷ് ഇക്വലൻസിൻ്റെ ഫോമുലോ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ക്യാഷ് ഡിവിഡൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഈസ് ക്യാപിറ്റൽ റേഷനിങ്? Capital rationing is a financial management approach that is used by companies to distribute the available capital or funds among various investment projects. Through this, the company wisely allocates its funds to projects that will improve the company's overall profitability and have a greater return potential. അതായത് ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറഞ്ഞാൽ അവൈലബിൾ ക്യാപിറ്റലിനെ എങ്ങനെയാണോ ഒരു കമ്പനിക്ക് ഉള്ള വേരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ അവർ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് അതിനെയാണ് ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയുന്നത്. 11th question is what is leverage? The use of long-term fixed interest bearing debt and preference share capital along with equity share is called financial leverage or trading on equity. ഇത് ചിലപ്പോൾ trading on equity എന്താണ് എന്നും ചോദിക്കാറുണ്ട്. Next question, define the concept of cost of capital. Cost of capital represents the cost of obtaining funds through debt, equity, or a combination of both and serves as a benchmark for evaluating investment opportunities. In essence, it is the minimum return that a company must generate on its investments to cover the cost of financing. Cost of capital എന്നത് നമുക്ക് കമ്പനിയുടെ വ്യൂ പോയിൻറ്റിലും ഇൻവെസ്റ്റേഴ്സിൻ്റെ വ്യൂ പോയിൻറ്റിലും ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ ക്ലിയർ ആയി പഠിച്ചിട്ട് എഴുതണം. Next question, explain payback period. Payback period is a financial measurement used to determine how long it will take for an investment or project to recover its initial cost from the cash inflows it generates. അതും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയുണ്ട്. Payback period is equal to annual cash inflow divided by initial investment. 14th question, what is capital expenditure budget? A capital expenditure budget is a financial plan that outlines the expected spending on long-term assets and investments over a specific period, typically a fiscal year. It represents the funds allocated by an organization to acquire, upgrade, or maintain physical assets such as property, plant, equipment, technology, or other infrastructure required for long-term business operations and growth. ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ? ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഓൾസോ നോൺ ആസ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് മീൻസ് ദ ബേസ് ക്യാപിറ്റൽ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് മണി റിക്വയർഡ് അറ്റ് ഓൾ ടൈംസ് ടു കണ്ടിന്യൂ ബിസിനസ് ആക്ടിവിറ്റീസ്. നിർബന്ധം. അടുത്തത് പാർട്ട് ബി ആണ്. 5 മാർക്സിൻ്റെ 8 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. പക്ഷേ സീലിംഗ് ഉണ്ട്. 35 മാർക്സാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് മാക്സിമം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഇസ് ദ 16th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ടുള്ള പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. The concept of cost of capital is very relevant in the managerial decisions. Its significance can be understood as it is useful in investment decisions, useful in designing capital structure, useful in deciding the method of finance, useful in evaluation of performance of management, useful in evaluation of expansion projects, optimum mobilization of resources, and other uses such as in payment of dividend, retained earnings, capital structure, working capital management, etc. 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓരോ പോയിൻറ്റും എഴുതുന്നതോടൊപ്പം തന്നെ ഒരു സെൻറ്റൻസിലെങ്കിലും എന്താണ് ആ പോയിൻറ്റിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നോട് എഴുതണം. 17th question, explain the advantages of maintaining adequate working capital.
അഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ദ ഡേഞ്ചേഴ്സ് ഓഫ് എക്സസീവ് ആൻഡ് ഇൻഅഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അഡിക്വേറ്റ് ആണ്. സോ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ സോൾവൻസി ഓഫ് ദി ബിസിനസ് ഗുഡ് വിൽ, easy loans, cash discounts, regular supply of raw materials, regular payment of salaries, wages and other day-to-day commitments, exploitation of favorable market conditions, quick and regular return on investments, high morale. ഇത്രയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് അഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്തത് റൈറ്റ് എ നോട്ട് ഓൺ വേരിയസ് സ്റ്റെപ്സ് ഇൻ ക്യാപിറ്റൽ ബജറ്റിങ്ങിലുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഏതൊക്കെയാണ് എന്നാണ്. ഈ ആൻസറും ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി തന്നിട്ടുണ്ട്. 6 സ്റ്റെപ്പുള്ളൊരു പ്രോസസ്സാണ്. ഇറ്റ് ഈസ് എ 6 സ്റ്റെപ്പ് പ്രോസസ്സ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് 6 P's ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ്. സോ അതിൽ ഫസ്റ്റ് ഈസ് പ്രോജക്റ്റ് ജനറേഷൻ, പ്രോജക്റ്റ് സ്ക്രീനിങ്, പ്രോജക്റ്റ് ഇവാലുവേഷൻ, പ്രോജക്റ്റ് സെലക്ഷൻ, project execution and implementation and performance review. These are the 6 P's of capital budgeting and these are the different steps in the process of capital budgeting. 19th question ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. Company has the following capital structure: equity share capital of rupees 1 lakh, 10% preference share capital of rupees 1 lakh and 8% debentures for rupees 1,25,000. The present EBIT is rupees 50,000. Calculate the financial leverage assuming that company is in 50% tax bracket. ഫിനാൻഷ്യൽ ലെവറേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. തന്നിട്ടുള്ളത് കറൻറ്റ് എബിറ്റ് 50,000 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ടും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ടും കൂടാതെ 8% ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ടും തന്നിട്ടുണ്ട്. സോ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം ഫിനാൻഷ്യൽ ലെവറേജിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എബിറ്റ് ഡിവൈഡഡ് ബൈ EBT ഓർ ഏർണിങ്സ് ബിഫോർ ടാക്സസ് ആണ്. എബിറ്റ് എന്ന് പറയുന്നത് 50,000 ആണ് എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഇവിടെ ഉള്ളത് 8% ഡിബഞ്ചേഴ്സിലാണ്. സോ 1,25,000ൻ്റെ 8% എന്ന് പറഞ്ഞാൽ 10,000 രൂപ നമ്മൾ എബിറ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്താലാണ് നമുക്ക് ഏർണിങ്സ് ബിഫോർ ടാക്സ് കിട്ടുന്നത്. ഏർണിങ്സ് ബിഫോർ ടാക്സിൻ്റെ വാല്യൂ 40,000. സോ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് എബിറ്റ് ഡിവൈഡഡ് ബൈ EBT വിച്ച് ഈസ് 50,000 ഡിവൈഡഡ് ബൈ 40,000 ഈസ് ഈക്വൽ ടു 1.25 ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 20th ക്വസ്റ്റ്യൻ എഗെയിൻ ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. Current market price of an equity share of a company is rupees 9. Current dividend per share is rupees 4.5. In the case the dividends are expected to grow at the rate of 7%, calculate the cost of equity capital. Equity capitalൻ്റെ കോസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് rupees 90 ആണ്. പെർ ഷെയർ ഡിവിഡൻഡ് എന്ന് പറയുന്നത് rupees 4.5 ആണ്. പക്ഷേ ഡിവിഡൻസിൻ്റെ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റും തന്നിട്ടുണ്ട് 7%. സോ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് KE ഈസ് ഈക്വൽ ടു D1 ഡിവൈഡഡ് ബൈ MP ഇൻറ്റു 100 പ്ലസ് G. D1 എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് പെർ ഷെയർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4.5. അതുപോലെ MP എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തന്നെ തന്നിട്ടുണ്ട് rupees 90 ആണ്. G എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ ഡിവിഡൻഡ്, അതും ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട് 7%. സോ ഈ വാല്യൂസൊക്കെ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ KE ഈസ് ഈക്വൽ ടു 4.5 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100 പ്ലസ് 7% വിച്ച് ഈസ് ഈക്വൽ ടു 12% ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. 21st ക്വസ്റ്റ്യനും ന്യൂമറിക്കൽ പ്രോബ്ലം തന്നെയാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് തിയറി ക്വസ്റ്റ്യൻസിനും പ്രോബ്ലംസിനും ഈക്വൽ വെയിറ്റേജ് 50-50 എന്ന വെയിറ്റേജ് ഉള്ളൊരു സബ്ജക്റ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ഒപ്റ്റിമം പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി പെർ പ്രൊഡക്ഷൻ റൺ ഫ്രം ദ ഫോളോവിങ് ഇൻഫർമേഷൻ. എസ്റ്റിമേറ്റഡ് ആനുവൽ പ്രൊഡക്ഷൻ 90,000 യൂണിറ്റ്സ്, സെറ്റപ്പ് കോസ്റ്റ് പെർ പ്രൊഡക്ഷൻ റൺ ₹50, ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ annum ₹1. നമുക്ക് നമ്മുടെ സിലബസിൽ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റായിട്ട് ഒപ്റ്റിമം പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി പെർ പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ സിമിലറായിട്ട് നമ്മൾ എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ EOQ ആണ് പഠിച്ചിട്ടുള്ളത്. സോ ഒപ്റ്റിമം പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് EOQന് ഈക്വലൻ്റ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് സ്ക്വയർ റൂട്ട് എന്ന് എഴുതാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ raised to 1/2 എന്ന് കൊടുത്തിട്ടുള്ളത്. ഒപ്റ്റിമം പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സ്ക്വയർ റൂട്ട് ഓഫ് 2CO ഡിവൈഡഡ് ബൈ I, where C is equal to annual demand, O is equal to setup cost per production run and I is equal to carrying cost per year.
തന്നിട്ടുള്ള വാല്യൂസ് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഒപ്റ്റിമം പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 90,000 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 1 ഹോൾ റേസ് ടു 1/2. അതായത് സ്ക്വയർ റൂട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഫൈനൽ ആൻസർ വിൽ ബി 3000 യൂണിറ്റ്സ്. അടുത്തത് 22nd ക്വസ്റ്റ്യൻ. A project requires an investment of rupees 5 lakhs and has a scrap value of rupees 20,000 after 5 years. It is expected to yield profits after depreciation and taxes during the 5 years amounting to rupees 40,000, rupees 60,000, rupees 70,000 and rupees 20,000. Calculate the average rate of return on investment. ഈ നമ്മളിതുവരെ സോൾവ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒപ്റ്റിമം പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റിയുടേത് ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഈ ഒരു ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇവിടെ 5 വർഷമാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലൈഫ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ആകെ 4 വർഷത്തെ ഇൻഫ്ലോസിൻ്റെ എമൗണ്ട് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഏത് വർഷത്തെയാണ് മിസ്സിങ് എന്നതോ എത്രയായിരുന്നു ആ വർഷത്തെ ഇൻഫ്ലോ എന്നതോ നമുക്കറിയില്ല. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻകറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് മാർക്ക് കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ഒരു സെക്ഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ ആൻഡ് വാല്യൂ മാക്സിമൈസേഷൻ. നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ എൻഹാൻസ്മെൻറ്റ് ഓഫ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വെൽഫെയർ, എൻഹാൻസ്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് സാറ്റിസ്ഫാക്ഷൻ, പ്രൊമോഷൻ ഓഫ് വെൽബീയിങ് ഓഫ് സൊസൈറ്റി, പ്രൊവിഷൻ ഓഫ് ക്വാളിറ്റി സർവീസസ് ടു കസ്റ്റമേഴ്സ്. ഈ പോയിൻറ്റ്സ് എല്ലാം ഒരു സെൻറ്റൻസിലെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പാർട്ട് സി ആണ് അടുത്തത്, ലാസ്റ്റ് പാർട്ടാണ്. ഈ ഒരു സെക്ഷനിൽ നിന്നും ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്സാണ്, മാക്സിമം 20 മാർക്സാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 24th ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ? വാട്ട് ഫാക്ടേഴ്സ് വുഡ് യു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ഇൻ ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ? തിയറി ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ് എന്ന് എഴുതണം. ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ദ മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി which a company uses to finance its long-term operations. Capital structure means proportion of debt and equity in the total capital of a company. അതിനുശേഷം അതിൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് എഴുതണം. ബ്രോഡ്ലി നമ്മൾ 2ആയിട്ട് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ എന്ന രീതിയിൽ അത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓരോന്നിൻ്റെ അണ്ടറിലും വരുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതണം, കാരണം ഇത് 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 25th ക്വസ്റ്റ്യൻ ഒരു വലിയ ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ ഇസ് ABC Limited sells its products on a gross profit of 20% on sales. Following information is extracted from its annual accounts for the year ended 31st March 2008. Sales 3 months credit rupees 40 lakhs, raw materials and cost rupees 12 lakhs, wages 15 days in arrears rupees 9,60,000, manufacturing expenses 1 month in arrears rupees 12 lakhs, administrative expenses 1 month in arrears rupees 4,80,000, sales promotion expenses payable half yearly in advance rupees 2 lakhs. അതിനുശേഷം the company enjoys 1 month's credit from suppliers of raw materials and maintains 2 months stock of raw materials and 1/2 months finished goods. Cash balance is maintained at rupees 1 lakh as a precautionary balance. Assuming a 10% margin, find out the working capital requirements of ABC Limited. Cost of sales for computation of debtors and stock of finished goods may be taken at sales minus gross profit as per the rate of gross profit margin. നിങ്ങൾക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കറൻറ്റ് അസറ്റ്സിൻ്റെ ടോട്ടൽ വാല്യൂയിൽ നിന്നും കറൻറ്റ് ലയബിലിറ്റീസിൻ്റെ ടോട്ടൽ വാല്യൂ മൈനസ് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ കൂടെ മാർജിൻ അല്ലെങ്കിൽ കണ്ടിൻജൻസി ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് കിട്ടുന്നത്. സോ ക്വസ്റ്റ്യനിൽ കറൻറ്റ് അസറ്റ്സും കറൻറ്റ് ലയബിലിറ്റീസും ഒക്കെ തന്നിട്ടുള്ള ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ വേർതിരിച്ചിട്ട് എടുക്കണം. അഡ്വാൻസ് പേയ്മെൻറ്റ്സ് ഒക്കെ എന്തായിരിക്കും? അസറ്റ്സ് ആയിരിക്കും. അതുപോലെ ഡിലേഡ് പേയ്മെൻറ്റ്സ് ഒക്കെ ലയബിലിറ്റീസ് ആയിട്ടാണ് കാണിക്കേണ്ടത്. എല്ലാത്തിൻ്റെയും കോസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. എക്സെപ്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സിനും അതുപോലെ തന്നെ ഡെറ്റേഴ്സിനും നമ്മൾ സെയിൽസിൽ നിന്നും ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടാണ് കോസ്റ്റായിട്ട് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം.
ആദ്യം നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് സെയിൽസിൽ നിന്നും ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് സെയിൽസിൻ്റെ 20% ആണെന്ന് തന്നിട്ടുണ്ട്. സെയിൽസ് എന്ന് പറയുന്നത് 40 lakhs ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 20% ഓഫ് സെയിൽസ് വിച്ച് ഈസ് 40 lakhs ഇൻറ്റു 0.20 ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 8 lakhs. കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് 40 lakhsൽ നിന്നും 8 lakhs മൈനസ് ചെയ്താൽ കിട്ടുന്ന 32 lakhs ആണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 32 lakhs ആണ്. 32 lakhs ഇൻറ്റു 1/12 ആണ് ഒരു മാസത്തേക്കുള്ള കോസ്റ്റ് ഓഫ് സെയിൽസ്. അതിൽ നമ്മൾ 1.5 monthsനാണ് ഫിനിഷ്ഡ് ഗുഡ്സ് കീപ്പ് ചെയ്യുന്നത്. 1.5 എന്നുള്ളത് നമുക്ക് 3/2 എന്ന് എഴുതാം. സോ 32 lakhs ഇൻറ്റു 1/12 ഇൻറ്റു 3/2 ടോട്ടൽ ഈസ് 4 lakhs. അടുത്തതായിട്ട് ഡെറ്റേഴ്സ് നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 3 months ആണ് ഡെറ്റേഴ്സിനുള്ള ക്രെഡിറ്റ് പീരീഡ്. സോ 32 lakhs ഇൻറ്റു 3/12 വിച്ച് ഈസ് 8 lakhs. അടുത്തത് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസസ് 2 lakhs ആണ്. ഹാഫ് ഇയർലി പെയ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അതുകൊണ്ട് തന്നെ 2 lakhs ഇൻറ്റു 6/12 1 lakh ആണ് അതിൻ്റെ എമൗണ്ട്. ഇതോടൊപ്പം തന്നെ ക്യാഷ് ബാലൻസ് ₹1 lakh കൂടെ ആഡ് ചെയ്യണം. ടോട്ടൽ കറൻറ്റ് അസറ്റ്സ് 16 lakhs ആണ് കിട്ടുന്നത്. അതിനുശേഷം ഇതിൽ നിന്നും നമ്മൾ കറൻറ്റ് ലയബിലിറ്റീസ് മൈനസ് ചെയ്യണം. കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ഫോർ റോ മെറ്റീരിയൽസ് 12 lakhs ഇൻറ്റു 1/12 ഒരു മാസമാണ് ക്രെഡിറ്റേഴ്സ് നമുക്ക് തന്നിട്ടുള്ള ക്രെഡിറ്റ് പീരീഡ് എന്ന് പറയുന്നത്. സോ 1 lakh ആണ് ക്രെഡിറ്റേഴ്സിൻ്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത്. അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് 96,000 ഇൻറ്റു 1/24 15 days ആണ് വേജസിലെ ഔട്ട്സ്റ്റാൻഡിങ് പീരിയഡ് എന്ന് പറയുന്നത്. സോ 96,000 ഇൻറ്റു 1/12 ഇൻറ്റു 1/2 ഹാഫ് മന്ത് ആയിട്ട് എടുക്കാം നമുക്ക് 15 days. അത് ഓൾ ടുഗെദർ വരുന്നത് 1/24 ആണ്. സോ 96,000 ഇൻറ്റു 1/24 40,000. മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് 12 lakhs ഇൻറ്റു 1/12 1 lakh. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് 4,80,000 ഇൻറ്റു 1/12 40,000. സോ ടോട്ടൽ 2,80,000 ആണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് 13,20,000 കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ 10% മാർജിൻ ആഡ് ചെയ്യണം, അതായത് 1,32,000. സോ ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ഈസ് ഈക്വൽ ടു 14,52,000. 26th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 പ്രോജക്റ്റ് എക്സ് ആൻഡ് വൈയുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും എസ്റ്റിമേറ്റഡ് ലൈഫും സ്ക്രാപ്പ് വാല്യൂവും തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്യണം അറ്റ് എ ഡിസ്കൗണ്ട് ഫാക്ടർ ഓഫ് 10%. എന്നിട്ട് ഏതാണ് ഈ രണ്ടിലും ബെറ്റർ പ്രോജക്റ്റ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. സോ പ്രോജക്റ്റ് എക്സിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ₹20,000 ആണ്. 5 years ആണ് എസ്റ്റിമേറ്റഡ് ലൈഫ്. സ്ക്രാപ്പ് വാല്യൂ ₹1,000 ആണ്. പ്രോജക്റ്റ് വൈയുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 30,000 ആണ്. 5 years തന്നെയാണ് എസ്റ്റിമേറ്റഡ് ലൈഫ്, പക്ഷേ സ്ക്രാപ്പ് വാല്യൂ 2,000 ആണ്. ഇനി ഈ 2 പ്രോജക്ട്സിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ പ്രോജക്റ്റ് എക്സ് 5,000, പ്രോജക്റ്റ് വൈ 20,000. സെക്കൻഡ് ഇയറിൽ പ്രോജക്റ്റ് എക്സ് 10,000, പ്രോജക്റ്റ് വൈയും 10,000. തേർഡ് ഇയറിൽ പ്രോജക്റ്റ് എക്സ് 10,000, പ്രോജക്റ്റ് വൈ 5,000. ഫോർത്ത് ഇയറിൽ പ്രോജക്റ്റ് എക്സ് 3,000 ആൻഡ് പ്രോജക്റ്റ് വൈയും 3,000. ആൻഡ് ഫിഫ്ത്ത് ഇയറിൽ 2 പ്രോജക്ട്സും 2,000. ഇങ്ങനെയാണ് ക്യാഷ് ഫ്ലോസ് തന്നിട്ടുള്ളത്. സോ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രണ്ടിൻ്റെയും NPV കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. സോ തന്നിട്ടുള്ള 2 പ്രോജക്ട്സിൻ്റെയും NPV കാണാനായിട്ട് ആദ്യം ഇതുപോലെ 6 columns ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കോളമായിട്ട് ചെയ്യാൻ പറയുന്നത്. സോ ആദ്യം നമ്മൾ കൊടുക്കേണ്ട കോളത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോസ് ആണ്. പ്രോജക്റ്റ് എക്സ്, പ്രോജക്റ്റ് വൈ, പിന്നെ PV ഫാക്ടർ 10% ഡിസ്കൗണ്ടിങ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ PV ഫാക്ടർ എഴുതാനായിട്ടൊരു കോളം വേണം. പിന്നെ നെക്സ്റ്റ് 2 കോളത്തിൽ പ്രസൻറ്റ് വാല്യൂ ആണ് കാണിക്കേണ്ടത്. ആദ്യം നമ്മൾ എഴുതേണ്ടത് എത്രയാണ് ഔട്ട്ലേ അല്ലെങ്കിൽ എത്രയാണ് നമ്മുടെ ക്യാഷ് ഔട്ട്ഫ്ലോ എന്നുള്ളതാണ്. സോ പ്രോജക്റ്റ് എക്സിന് 20,000, പ്രോജക്റ്റ് വൈ 30,000. പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നതും ഔട്ട്ലേസിൻ്റെത് സെയിം തന്നെയാണ്. അത് നമ്മൾ ഏത് ഇയറാണോ നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഇയർ ആയതുകൊണ്ട് തന്നെ അതിൽ ഡിസ്കൗണ്ടിങ് വരില്ല. സോ പ്രൊജക്റ്റ് എക്സിന് 20,000ഉം പ്രൊജക്റ്റ് വൈക്ക് 30,000 തന്നെയാണ് വരുന്നത്. അതിനുശേഷം ഇയർ 1 to 5 ഫസ്റ്റ് ഇയറിൽ പ്രൊജക്റ്റ് എക്സ് 5,000, പ്രൊജക്റ്റ് വൈ 20,000. ഫസ്റ്റ് ഇയറിൽ 10% ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറയുന്നത് 0.909 ആണ്. സോ അത് വെച്ചിട്ട് നമ്മൾ പ്രൊജക്റ്റ് എക്സിൻ്റെ ഇൻഫ്ലോയും പ്രൊജക്റ്റ് വൈയുടെ ഇൻഫ്ലോയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അടുത്ത 2 കോളത്തിൽ എഴുതണം. 4,545, 18,180. ഇതുപോലെ 5 വർഷത്തെയും നമ്മൾ എഴുതേണ്ടതാണ്. സ്ക്രാപ്പ് വാല്യൂ പറഞ്ഞിട്ടുണ്ട്. സോ സ്ക്രാപ്പ് വാല്യൂ നമ്മൾ 5th ഇയറിലാണ് കാണിക്കേണ്ടത്. സോ 5th ഇയറിൽ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് 621ഉം 1,242
നമുക്ക് 2 പ്രൊജക്റ്റിൽ നിന്നായിട്ട് കിട്ടുന്നുണ്ട്. സോ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ പ്രൊജക്റ്റ് എക്സിൻ്റെത് 24,227 പ്രൊജക്റ്റ് വൈയുടേത് 34,728 ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യേണ്ടതുണ്ട്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണ് NPV. സോ ക്യാഷ് ഔട്ട്ഫ്ലോസിന് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 20,000 30,000 ആണ്. അപ്പോൾ നമുക്ക് 2 പ്രൊജക്ട്സിൻ്റെയും NPV ആയിട്ട് 4,227 4,728 എന്നീ ആൻസേഴ്സ് ആണ് കിട്ടുന്നത്. സോ പ്രൊജക്റ്റ് വൈയുടെ NPV ആണ് ബെറ്റർ 4,728. അതുകൊണ്ട് തന്നെ അക്കോർഡിംഗ് ടു NPV മെത്തഡ് പ്രൊജക്റ്റ് വൈ വിൽ ബി പ്രിഫേർഡ് ആസ് ഇറ്റ്സ് NPV ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് പ്രൊജക്റ്റ് എക്സ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 27th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്കറിയാം 2 രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മൾ ഫേമിൻ്റെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നതും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് എന്നുള്ളതും ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഫ്രം എ ഫേംസ് പോയിന്റ് ഓഫ് വ്യൂ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് എ ഫേം റേസസ് ക്യാപിറ്റൽ ടു ഇൻവെസ്റ്റ് ഇൻ വേരിയസ് പ്രോജക്ട്സ്. ഫ്രം ദ ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ cost of capital is the rate of return which investors expect from the capital invested by them in the firm. Thus, cost of capital is that rate of return that a firm must pay to the suppliers of capital for using their funds. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ ഡെഫിനേഷനിൽ ഒതുക്കണമെന്നില്ല. അതിനുശേഷം നമുക്ക് കോമ്പണൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എല്ലാം മെൻഷൻ ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അതായത് നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ് എന്നുള്ളത്. അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. യൂസ്ഫുൾ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്, ഇൻ ഡിസൈഡിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഇൻ ഡിസൈഡിങ് ദ മെത്തഡ് ഓഫ് ഫിനാൻസ്, ഇൻ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ്, ഇൻ ഇവാലുവേഷൻ ഓഫ് എക്സ്പാൻഷൻ പ്രോജക്ട്സ്, ഇൻ ഒപ്റ്റിമം മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ് and other uses such as in many areas of decision making like the payment of dividend, retained earnings, capital structure, working capital management, etc. സോ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് തന്നിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഓരോരോ പോയിൻറ്റിൻ്റെയും എക്സ്പ്ലനേഷനും എഴുതണം. എങ്കിൽ മാത്രമേ 10 മാർക്ക് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നേടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരുടെയും എക്സാംസൊക്കെ ഈസി ആയിരിക്കട്ടെ എന്ന് വിഷ് ചെയ്യാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.